നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലിവർപൂൾ അങ്ങനെ ഫൈനലി 4 പ്രീമിയർ ലീഗ് മത്സരങ്ങൾ തോൽവിക്ക് ശേഷം ഒരു മത്സരം ജയിച്ചിരിക്കുകയാണ്. അത് ആൻഫീൽഡിൽ ആസ്റ്റൺ വില്ലനെ 2-0 തോൽപ്പിച്ചിരിക്കുകയാണ്. സല തന്റെ 250-ാം ലിവർപൂൾ ഗോൾ സ്കോർ ചെയ്ത മത്സരം ഓൾ കോമ്പറ്റീഷനിൽ. കൂടെ ഗ്രാവംബർഗോടെയും ഗോൾ സ്കോർ ചെയ്ത് 2-0 വിജയമായിട്ടാണ് ലിവർപൂൾ ഇറങ്ങിയത്, ജയിച്ച് കയറിയത്. സോ ലിവർപൂൾ ഫാൻസും മാനേജ്മെന്റും പ്ലേയേഴ്സും എല്ലാം വളരെ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഒരു ഹ്യൂജ് റിലീഫ് ആയിരിക്കും ഈ ഒരു വിക്ടറി. സോ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം പറയാൻ എനിക്ക് റിയലി ഹെൽപ്ഫുൾ ആയിരിക്കും. സോ കുറേ പേര് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നെല്ലാം പറയുന്നുണ്ട്, പക്ഷേ നമ്മുടെ ലൈക്സ് ടു വ്യൂസ് റേഷ്യോയിലൊക്കെ കാര്യം നോക്കുമ്പോൾ കുറച്ച് ഡൗണിലാണ്. വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മളെ വാച്ച് ലോങ്സ് ചെയ്യുന്നുണ്ട്, വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു. സോ നിങ്ങളുടെ ലൈക്സ് ഡു ഹെൽപ്പ് അസ്. നമുക്കൊരു അപ്രിസിയേഷനാണ് നമ്മളെടുക്കുന്ന എഫേർട്ടിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് തരാൻ പറ്റുന്ന ഒരു ഗ്രേറ്റ് ജസ്റ്റർ ആയിരിക്കും അത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. സോ അവിടെ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുമ്പോഴേക്കും നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ കൂടാതെ വേറെ 2-3 മാച്ചുകളോടുണ്ട്. സോ അത് നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ ചാനലിലോട്ടുള്ള ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുമ്പോഴേക്കും ഇവിടെ ലിവർപൂളിൻ്റെ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം ചേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു 11 അല്ലേ. നമുക്കറിയാം മിഡ് വീക്കിൽ പുള്ളി യങ്സ്റ്റേഴ്സിനെ വെച്ച് കളിപ്പിച്ചു. ആൻഡ് ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും അത്യാവശ്യം സീനിയർ ഫിഗേഴ്സിനാണ് തിരിച്ചു വന്നു. മേ ബി ആ റെസ്റ്റ് അവർക്ക് ഹെൽപ്ഫുൾ ആയി. മേ ബി അവരെ ബെഞ്ച് ചെയ്ത് ഓക്കെ നിങ്ങളെ ബെഞ്ച് ചെയ്യാൻ എനിക്ക് മടിയില്ല എന്ന് സ്ലോട്ട് കൊടുത്തൊരു മെസ്സേജ് അവരെ എടുത്തു. കാരണം നമുക്ക് ഇന്നലെ ലിവർപൂൾ പ്ലേയേഴ്സിനെ കുറച്ചൊരു അഗ്രഷൻ കാണായിരുന്നു ഓഫ് ദ ബോൾ. എസ്പെഷ്യലി ആദ്യത്തെ ഒരു 25-30 മിനിറ്റ്സിന് ശേഷം പിന്നീട് അങ്ങോട്ട് ലിവർപൂൾ പ്ലേയേഴ്സ് കുറച്ചുകൂടെ അഗ്രസീവാണ്. നമ്മളുണ്ട് പ്രസിംഗ് ഇൻറ്റൻസിറ്റി അപ്പ് ചെയ്യുന്ന കണ്ടു. കുറച്ചുകൂടെ അഗ്രസീവ് ആയിരുന്നു, ബോൾസ് വിൻ ചെയ്യുന്നതായിരുന്നു, കുറച്ചുകൂടെ കെമിസ്ട്രി ഉണ്ടായിരുന്നു. ലൈനപ്പ് നിങ്ങൾ നോക്കുക, റോബർട്ട്സൺ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് വന്നു, സബോസ്ലായ്, ഗ്രാവംബർഗ്, മക്കലിസ്റ്റർ അവർ സ്ട്രോങ് മിഡ്ഫീൽഡ് 3, ഫ്രണ്ടിൽ സല, എക്കിറ്റിക്ക, ഗ്യാക്പോ ആയിട്ടാണ് പോയത്. ഓക്കെ, കെർക്കസിനെ ബെഞ്ച് ചെയ്തു, ഫ്ലോറിയം വിച്ചിനെ ബെഞ്ച് ചെയ്തു, ഇസാക്കിന് ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഈവൻ നെക്സ്റ്റ് റയൽ മാഡ്രിഡ് മാച്ചാണ്, ഇതിലോട്ട് ഫ്ലോറിയം വിച്ച് ടീമിലോട്ട് കിടക്കുമോ എന്നുള്ളതാണ് മിഡ്ഫീൽഡിലോട്ടുള്ള ക്വസ്റ്റ്യൻ. ആ സബോസ്ലായ്, മക്കൽസ, ഗ്രാംബർഗ് ഇന്നലെ ക്ലിക്ക് ആവുന്നത് നമ്മൾ കണ്ടു. അതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ കാണിക്കാം. സോ നിങ്ങൾ നോക്കുവാണെങ്കിൽ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. ഈസ് വിച്ച് കമ്മിങ് ഇൻ ടു ദ ലൈനപ്പ് അഗെയിൻസ്റ്റ് റയൽ മാഡ്രിഡ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എൻ്റെ ആൻസർ നോ എന്നാണ്. ഐ തിങ്ക് ഈ ഒരു ലൈനപ്പായിട്ട് തന്നെ പോകും. അതുപോലെ തന്നെ കെർക്കസൻ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനും ഉണ്ട്. കാരണം റോബർട്ട്സൺ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ മാച്ചിൽ റോബർട്ട്സൺ കുറച്ചുകൂടെ ബാലൻസ് കൊണ്ടുവന്നല്ലേ, എസ്പെഷ്യലി സെൻട്രൽ ഏരിയാസിലോട്ട് കയറി കവർ കൊടുക്കുന്ന കാര്യത്തിൽ. ആൻഡ് ബ്രാഡ്ലിയുടെ പെർഫോമൻസ് നല്ലതായിരുന്നു. സോ എന്നാൽ ലിവർപൂൾ ആദ്യത്തെ ഒരു 25-30 മിനിറ്റ് നമ്മൾ കണ്ടു കുറച്ച് ഇഷ്യൂ ഉണ്ടായി. ഇപ്പോൾ ലിവർപൂളിൻ്റെ മെയിൻ ഇഷ്യൂ ഇതാണ്, ഇവർ 4-2-3-1 ഷേപ്പിൽ പ്രസ് ചെയ്തിട്ട് നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് പ്രസ് ചെയ്യാനായിട്ടില്ല. പക്ഷേ പ്രസ്സിൻ്റെ അഗ്രഷൻ മോശമാണ്. ആദ്യത്തെ മിനിറ്റുകൾ നമ്മൾ കണ്ടു അങ്ങനെ മോശം അഗ്രസീവ് പ്രസ് ചെയ്യലുന്നു. അവിടെ പ്രസ് ബീറ്റ് ചെയ്യണം. ശരിക്കും അത് അഗ്രസീവ് ആവുന്നില്ല. അവിടെ മോർഗൻ റോജേഴ്സ് ഫൈനൽ ഫ്രെയിമിലോട്ട് എത്തിയിട്ട് ഷോട്ട് എടുക്കുന്നത് അത് ബാർ തട്ടി പോകണം. മേ ബി അവിടെ 1-0 ആവുമായിരുന്നെങ്കിൽ ലിവർപൂൾ വീണ്ടും ചേസ് ചെയ്യേണ്ട വന്നേനെ. മേ ബി സിനാരിയോ മാറിയാണ്. അതിന് ശേഷം 2-3 ഹാഫ് ചാൻസ് സിനാരിയോസ് ക്രിയേറ്റ് ചെയ്തു. ആസ്റ്റൺ വില്ല മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നലെ ആസ്റ്റൺ വില്ല എന്താണ് ഇത് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിച്ചു. ലിവർപൂളിൻ്റെ പ്രസ് വളരെ മോശമാണ്. ഇന്ന് നമ്മൾ കുറച്ച് നേരം ആ മാച്ച് വാച്ച് ലോങ് ചെയ്തായിരുന്നു. ആ സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളും പറഞ്ഞ കാര്യമാണ്, നമ്മുടെ കമന്റ് സെക്ഷൻ ഉണ്ടായിരുന്ന ഒരു ആസ്റ്റൺ വില്ല കുറച്ചുകൂടി കംഫർട്ടബിളി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കമാറേനെയും അതുപോലെ തന്നെ ഒനാനേനെയൊക്കെ ഉപയോഗിച്ച് അവർ കംഫർട്ടബിളി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ലിവർപൂളിൻ്റെ പ്രസ്സിംഗ് ഇൻറ്റൻസിറ്റി മിറ്റ് ഓഫാണെന്നറിയാം. അതാണ് പിന്നീട് ഇവർക്ക് ബാക്ക് ഫയർ ചെയ്തതും. കാരണം നമ്മൾ ഗെയിം മുന്നോട്ട് പോകുന്നതോറും ലിവർപൂൾ കുറച്ചുകൂടെ ബെറ്ററായി ഓഫ് ദ ബോൾ ആസ് എ യൂണിറ്റ് അവർ അഗ്രസീവ്ലി പ്രസ് ചെയ്യുന്ന സിനാരിയോസ് നമ്മൾ കണ്ടല്ലേ. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു നിങ്ങൾക്ക് ഇപ്പം കാണാം. അവിടെ പൗ ടോറസിനെ പോയി പ്രസ് ചെയ്യുന്നു, അവിടെ കമാറയാൻ തോന്നുന്നു ബാക്ക് പാസ് ചെയ്യുന്നു, പൗ ടോറസിനെ പോയി പ്രസ് ചെയ്യുന്നു, അവിടെ സബോസ്ലായ് ബോൾ വിൻ ചെയ്ത് നിങ്ങൾക്ക് കാണാം. സബോസ്ലായ്, എക്കിറ്റിക്ക്, സല 3 പേരും കിടക്കുന്നു. സബോസ്ലായ്ക്ക് അവിടെ പാസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു ഷോട്ട് എടുക്കുകയാണ്, എമിലിയാനോ മാർട്ടിനസ് അവിടെ സേവ് ചെയ്യുകയാണ്. ഓക്കെ, അവിടെ 1-0 ആവാനായിട്ടുള്ളൊരു സുവർണ അവസരമായിരുന്നു. പക്ഷേ എനിക്ക് ലിവർപൂളിൽ ഇന്നലെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലാസ്റ്റ് സീസൺ ലിവർപൂളിൻ്റെ ബിഗസ്റ്റ് സ്ട്രെങ്ത് എന്തായിരുന്നു, പ്ലേയേഴ്സിനിടയിലുള്ള മൂവ്മെൻറ്റുകൾ അല്ലേ. സലയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിംസ് ഇൻ ദ സീസൺ എന്ന് പറയുന്നത്. സല കുറച്ചുകൂടെ ടീമിനോടൊപ്പം കളിക്കുന്ന പോലത്തെ നമ്മൾ ഇന്നലെ തോന്നി. ഇതിനാൾ ബോൾ ഹോൾഡ് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ഗ്രാവംബർഗും മക്കലിസ്റ്ററുമായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ 250ാമത്തെ ആളുടെ ഓൾ കോമ്പറ്റീഷൻ ഫോർ ലിവർപൂൾ ഗോൾ വരുന്ന സിനാരിയോ നമ്മൾ കണ്ടു, കിങ് സല അല്ലേ. സോ 250 ഗോൾ വന്നൊരു മാച്ച്. പക്ഷേ അതിനേക്കാൾ മുമ്പ് ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കുക, ഈ ഓഫ് സൈഡ് ഗോളായ സിനാരിയോ. ഇവിടെ നമ്മൾ സാധാരണ കാണാറുള്ള എന്താണ്, ഗ്രാംബർ, മക്കലിസ്റ്റർ, സലയ്ക്കിടയിലൊക്കെയുള്ള ഒരു കോമ്പിനേഷൻ അല്ലെ, അവിടെക്കിടയിലുള്ള ഒരു മൂവ്മെന്റ്സ് അല്ലേ. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഗ്രാംബർഗിന്റെ കാലോട്ട് ബോൾ കിട്ടുന്നു, ഗ്രാംബർഗ് സലേനെ ഫൈൻഡ് ചെയ്യുന്നു, സല അവിടെ ഹോൾഡ് ചെയ്യുന്നു റൈറ്റ് ആയിട്ട്. സല കോൺഫിഡൻസോടുകൂടി ഹോൾഡ് ചെയ്ത് അവിടെ ഗ്രാംബർഗിനെ ഫൈൻഡ് ചെയ്യുന്നു. ഗ്രാംബർഗ് ആ സ്പേസിലോട്ട് റൺ എടുത്തുന്നു, ഗ്രാംബർഗിനെ ഫൈൻഡ് ചെയ്യുന്നു. ഗ്രാംബർഗ് മക്കലിസ്റ്റർ നിങ്ങൾക്ക് അപ്പം കാണാം ആ സ്പേസ് എക്സ്പ്ലോർ ചെയ്യാണ്ട് റൺ എടുത്തുന്നു. മക്കലിസ്റ്ററിലോട്ട് ഗ്രാംബർഗ് ബോൾ ഇടുന്നു. ആൻഡ് മക്കലിസ്റ്ററിന്റെ ഷോട്ട് അവിടെ ഡിഫൻഡർ ബ്ലോക്ക് ചെയ്യുവാണ്. സോ അവിടെ ആ ഡിഫൻഡർ ബ്ലോക്ക് ചെയ്യണം. സോ ഇവിടെ നമ്മൾ കണ്ടത് എന്താണ്, മക്കലിസ്റ്ററും ഗ്രാംബർഗിനും ഇടയിലുള്ള നല്ലൊരു മൂവ്മെന്റ് അല്ലേ, നല്ലൊരു മൂവ്മെന്റ് അവർക്കിടെ കാണുന്നു. സലയും കൂടെ ഇൻവോൾവ് ചെയ്യുന്നു.
സോ അതാണ് നമ്മൾ ലിവർപൂൾ മിസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു മൂവ്മെന്റ്സ്, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇവർക്കിടയിൽ നമ്മൾ ഇന്നലെ കാണായിരുന്നു. നേരെ ആ ബോൾ ചെല്ലുന്ന ആരുടെ കാലിലോട്ടാണ്? സബോസ്ലയുടെ കാലിലോട്ടാണ്. സബോസ്ലായി കാലിലോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം റോബർട്ട്സൺ പൊസിഷൻ ചെയ്തിരിക്കുന്നത് ഇൻവേർട്ട് ചെയ്ത് സെൻട്രൽ സോൺസിൽ ആൾ കവർ ചെയ്യാനായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. സോ മക്കലിസ്റ്ററിനും ഗ്രാംബർഗിനും അവിടെ പുഷ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. റോബർട്ട്സൺ അവിടെ കവർ കൊടുക്കുന്നത്. കെർക്കസിനെ നമുക്ക് അവിടെ കാണാൻ തരുന്നത്. കെർക്കസ് കൂടുതലും പിച്ച് സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അവിടെ സബോസ്ലയുടെ ക്രോസ് ബോക്സിലോട്ട് വരുന്നു, അവിടെ എക്കിറ്റിക്ക് ഹെഡ് ചെയ്ത് ഗോൾ സ്കോർ ചെയ്യുകയാണ്. പക്ഷേ അത് മാർജിനലി ഓഫ് സൈഡ് ആവുകയാണ്. സോ ഇതാണ് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ. അവിടെ മൂവ്മെന്റ്സ് നമുക്ക് കാണാം. അവിടെ ഗ്രാംബർഗിന്റെ കാലോട്ട് ബോൾ ഇടുന്നു, മക്കലിസ്റ്റർ സ്പേസ് എക്സ്പ്ലോയിറ്റ് ചെയ്യും. മൂവ്മെന്റ് നമുക്ക് കാണാം. ലാസ്റ്റ് സീസൺ നമ്മൾ കണ്ട ലിവർപൂൾ ടീം അല്ലേ. ആൻഡ് ഫസ്റ്റ് ഗോൾ ലിവർപൂൾ സ്കോർ ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ്ട്രാ അഗ്രസീവ് പ്രസ്. അവർ പ്രസ് ചെറിയ ലക്ക് ഉണ്ടെന്ന് പറയാം, പക്ഷേ ലിവർപൂൾ പ്രസ് വാസ് ഗുഡ്. ഈ കംഫർട്ടബിളി ആസ്റ്റമിലേക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടെ നിങ്ങൾക്ക് കാണാം എമിലിയാനോട് തിരിച്ച് ബോൾ വരുന്നു. ആൻഡ് എമിലിയാനോ പാവ് ടോറസിലോട്ട് ബോൾ ഫൈൻഡ് ചെയ്യാനാണ് നോക്കുകയാണ്. അതൊരു മിസ് പാസ് ആവുകയാണ്. നേരെ സലയുടെ കാലിലോട്ട് വരുന്നു. സല അത് ഗോളായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. സലയുടെ 250 ഗോൾ വരുവാണ്. പക്ഷെ അവിടെ നമുക്ക് പറയാം ചെറിയ ലക്ക് അവിടെ ഇല്ലെന്ന് ചോദിക്കാം. പക്ഷേ എമിലിയാനോ മിസ്റ്റേക്സ് വരുത്തി. ആസ്റ്റമിലേക്ക് പാസിംഗ് ഓപ്ഷൻസ് ഇല്ലായിരുന്നു. അവർ അഗ്രസീവ്ലി പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. പാസിംഗ് ലൈൻസ് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇൻസ്ട്രക്ഷൻസ് ലോങ് പോകാനായിട്ടല്ലായിരുന്നു, ബിൽഡപ്പ് ചെയ്യാനായിട്ട് ആ ഗെയിം വെൻഡോൺ പറ്റുന്നില്ല ആസ്റ്റമിലേക്ക്. ആൻഡ് സെക്കൻഡ് ഹാഫിൽ ആ രണ്ടാമത്തെ ഗോൾ വന്ന സിനാരിയോ എക്സാക്ട്ലി നേരെ മറ്റൊരു സിനാരിയോ നമുക്ക് കാണാം. ഗ്രാവംബർഗ് കയറുമ്പോഴേക്കും മക്കലിസ്റ്റർ ഡ്രോപ്പ് ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് സീസൺ കണ്ടിട്ടുണ്ട് അല്ലേ. സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അവിടെ ബോൾ ക്ലിയർ ചെയ്യുന്നു, വാൻഡൈക്കിനെ കാലിൽ കിട്ടുന്നു, വാൻഡൈക്ക് അത് ഹെഡിലോട്ട് വരുന്നു, വാൻഡൈക്ക് അത് ഗ്യാക്പോയിലോട്ട് വിടുന്നു. ആ ഗ്യാക്പോ നേരെ അവിടെ നമുക്ക് കാണാം മക്കലിസ്റ്റർ ഡ്രോപ്പ് ചെയ്യുന്നു, ഗ്രാംബർഗ് സ്പേസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ആ മുമ്പത്തെ സിനാരിയോ നമ്മൾ കണ്ടു, മക്കലിസ്റ്ററും റണ്ണ് കടത്തുന്നു ബോക്സിനകത്തോട്ട്, അവിടെ ഗ്രാംബർഗും സലയും കമ്പയർ ചെയ്യുന്ന സിനാരിയോ നമ്മൾ കണ്ടു. അവിടെ സബോസ്ലൈം റോബർട്ട്സണും ബാക്കിൽ കവർ കൊടുക്കുന്നുണ്ട്. സോ മൂവ്മെന്റ്സ് കാണായിരുന്നു പ്ലേയേഴ്സിൻ്റെ ഇടയിൽ, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. സോ ആ ഒരു ലാസ്റ്റ് സീസൺ നമ്മൾ കണ്ട ലിവർപൂൾ ഗ്ലിംസസ് വന്നു. സോ ഇപ്പം ഈ ഒരു ടീമിൽ ഇന്നലെ കമ്പൈൻ ചെയ്ത് 13 ഡ്യുവൽസ് വിൻ ചെയ്തു ഔട്ട് ഓഫ് 21. ഇവർ ഗ്രൗണ്ട് ഡ്യുവൽസ് വിൻ ചെയ്തു, മക്കലിസ്റ്ററും സബോസ്ലായും ഗ്രാംബർഗോണും ചേർന്ന്. കൂടാതെ ഓഫ് ദ ബോൾ ദേ ലുക്ക് ഗുഡ്, അവരുടെ മൂവ്മെന്റ്സ് നല്ലതായിരുന്നു. സോ അങ്ങോട്ടേക്ക് വിറ്റ്സിനെ ആഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, പ്രൈസ് ടാഗ് അത് ഇതെല്ലാം നമ്മൾ പറഞ്ഞാലും റൈറ്റ് നൗ ഫ്ലോറിൻ വിറ്റ്സ് ആ മിഡ്ഫീൽഡിലോട്ട് വന്ന് വീണ്ടും സബോസ്ലാനെ പിടിച്ച് റൈറ്റ് ബാക്ക് ഇട്ട് അഗെയിൻസ്റ്റ് മഡ്രിഡ് ഇറക്കി ആ ബാലൻസ് കളയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫോർ മീ നോ, ഐ തിങ്ക് ബ്രാഡ്ലി ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് ആസ് എ റൈറ്റ് ബാക്ക്. ഈ മിഡ്ഫീൽഡറിൽ മിക്കവാറും റോബർട്ട്സൺ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൊരു ഇതാണ് എനിക്കിപ്പോൾ ഉള്ളത്. സോ എനിക്ക് ഇന്നലെ ഓവറോൾ ഉള്ള ലിവർപൂളിന്റെ പെർഫോമൻസ് വാസ് ഗുഡ്. ദേ ഡിസേർവ് ദ വിൻ. ഹോപ്പ് ഈ ഒരു മൊമെന്റ് അവർ കണ്ടിന്യൂ ചെയ്യുന്നു, അത്രേ എനിക്ക് പറയാനായിട്ടുള്ളൂ. നെക്സ്റ്റ് മഡ്രിഡ് മാച്ച് അത് ഈസി അല്ല. ലെറ്റ്സ് സീ, ആൻഫീൽഡിലാണ്, നമുക്ക് നോക്കാം. സോ അവിടെ നിന്ന് നമ്മൾ നേരെ മറ്റൊരു മാച്ച് പറയാനായിട്ടാണ്. ഇന്നലെ റയൽ മാഡ്രിഡ് 4-0 വലൻസിയനെ തകർത്ത് വിട്ട ഒരു മാച്ചായിരുന്നു. നിങ്ങൾക്കിപ്പം സ്റ്റാറ്റ്സ് കാണാം. കംപ്ലീറ്റ് ഡോമിനേഷൻ ഫ്രം റയൽ മാഡ്രിഡ്. 2.5 മേളിൽ XG, അപ്പുറത്ത് അവർക്ക് 0.46 XG ഉള്ളൂ. ബിഗ് ചാൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ വലൻസിയയ്ക്ക് സാധിച്ചില്ല. ആപ്പാടെ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് ആണ് എടുത്തു. അങ്ങനെ ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും കിലിയൻ എംബാപ്പയുടെ ഡബിൾ വന്നു, ജൂഡ് ബെല്ലിംഗമിന്റെ ഒരു സ്കോർ വന്നു, ആൻഡ് അൽവാറോ കറാറാസിന്റെ ഒരു കിടിലൻ ഗോളും വന്നു. പക്ഷേ ഇന്നലത്തെ മാച്ചിൽ എടുത്തു നിന്ന 2-3 പ്ലേയേഴ്സ് ഉണ്ട്. അതിൽ ഒന്ന് അൽവാറോ കറാറാസിന്റെ പേര് പറയുന്നത്. ജൂഡ് ബെല്ലിംഗം വാസ് സൂപ്പർ. ആൻഡ് ഇന്നലത്തെ ലൈനപ്പ് നിങ്ങൾ നോക്കുക. ഈ റയൽ മാഡ്രിഡ് ടീമിന്റെ ഒരു ഗുണം ഇതാണ്. ഇന്നലത്തെ ലൈനപ്പ് നിങ്ങൾ നോക്കുക. വാൽവേർഡിനെ റൈറ്റ് ബാക്ക് ആയിട്ട് തന്നെയാണ് കളിപ്പിച്ചത്, ട്രെൻഡിനെ യൂസ് ചെയ്തുമില്ല. ആൻഡ് വാൽവേർഡ് റൈറ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ലൈനപ്പ് ആയിരുന്നു. കമവിങ്കയ്ക്ക് പകരം ആര് വന്നു? നമ്മുടെ മസ്താനോനെ സ്റ്റാർട്ട് ചെയ്തു. മസ്താനോയുടെ ഗെയിം അല്പം ഡൗൺ ആയിരുന്നു. പക്ഷെ നിങ്ങൾക്ക് യൂസ് ചെയ്ത സബ്സ്റ്റിറ്റ്യൂട്ട്സ് കാണാം. ഹാഫ് ടൈമിൽ വെച്ച് തന്നെ ചൗമനിനെയും കൂളറിനെയും മാറ്റി. പിന്നെ 70-ാം മിനിറ്റിന് മുമ്പ് നമ്മൾ നോക്കാനായിട്ടാണ് ഹൗസനെ മാറ്റി, പിന്നെ എംബാപ്പേനെ മാറ്റി, വിനീഷ്യസ് ജൂനിയറിനെ മാറ്റി, റോഡ്രിഗോനെ എൻട്രിക്കിനെ വെറുക്കുന്നുണ്ട്. സോ എൻട്രിക്ക് ഇന്നലെ സബ്ബായിട്ട് വരുന്ന സിനാരി നമ്മൾ കണ്ടു. കുറേ നാളുകൾക്ക് ശേഷം ചെക്കൻ ഒരു മിനിറ്റ്സ് കിട്ടി. എൻട്രിക്ക് ലയോണിലോട്ട് പോവുകയാണെന്നുള്ള രീതിയിൽ വാർത്തകൾ ഇപ്പം വരുന്നുണ്ട്. ജനുവരിയിലോട്ട് വരുമ്പോൾ ലെറ്റ്സി ജനുവരിയിൽ ആൾ മൂവ് ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. 3 ആൾക്ക് ജനുവരിയിൽ ലയോണിലോട്ട് പോയി കൂടുതൽ മിനിറ്റ്സ് കിട്ടട്ടെ, അതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അവിടെ നിന്ന് നമ്മൾ ഇന്നത്തെ മാച്ചിലോട്ട് കിടക്കുവാണെങ്കിൽ ഇതാണ് പറഞ്ഞത്. സാബി അലോൺസോയ്ക്ക് ഗെയിം മാനേജ് ചെയ്യാനും പ്ലേയേഴ്സിനെല്ലാം റെസ്റ്റ് കൊടുക്കുകയാണ്. സോ ഇപ്പോൾ റയൽ മാഡ്രിഡിന്റെ പ്രസിംഗ് ഇന്റൻസിറ്റി നിങ്ങൾക്ക് ഇപ്പം കാണാം. ഇവിടെ വാൽവേർഡ് റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കണം. ബട്ട് ടെക്നിക്കലി പുള്ളി ഇൻവേർട്ട് ചെയ്ത് ഹാഫ് സ്പേസിലാണ് കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സെൻട്രൽ സോൺസിൽ നമ്മൾ കയറുന്ന ആളാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം വാൽവേർഡ് ആ ബോൾ വിൻ ചെയ്യണം, അഗ്രസീവ്ലി പ്രസ് ചെയ്യണം. അവിടെ നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാം, അഗ്രസീവ് പ്രസ് അവർ ഇനിഷ്യേറ്റ് ചെയ്യണം. ഓക്കെ, ആ പ്രസ് ബീറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ബാക്കി കാണാം വലൻസിയ പ്ലേയേഴ്സ് ഫ്രീ ആയിട്ട് നിൽപ്പുണ്ട്. പക്ഷേ ആ ബോൾ അവർ വിൻ ചെയ്യുവാണ്. ആ ബോൾ വിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇപ്പം കാണാം മാഡ്രിഡിന്റെ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ബോക്സിലോട്ട് വരുമ്പോഴേക്കും. സോ ഇങ്ങനത്തെ ധാരാളം ഡേഞ്ചറസ് സിനാരിയോസ് റയൽ മാഡ്രിഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതാണ് പറയുന്നത്, അവർ കിട്ടുന്ന എല്ലാ ചാൻസുകളും കൺവേർട്ട് ചെയ്യുന്നില്ല. നല്ല ചാൻസുകൾ റയൽ മാഡ്രിഡ് മാച്ച് ക്രിയേറ്റ് ചെയ്യുന്നത്. അഗ്രസീവ് പ്രസ് ആണ്. ആൻഡ് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ കുറച്ച് ലീഡ്, ഫസ്റ്റ് ഹാഫ് തന്നെ 3-0 ഗെയിം കില്ല് ചെയ്തു. നമുക്ക് അധികം അഗ്രസീവ് ആണ്. ബട്ട് സെക്കൻഡ് ഹാഫിലും ചാൻസുകൾ കൂടുതൽ ക്രിയേറ്റ് ചെയ്തത് റയൽ മാഡ്രിഡ് ആണ്. ഓക്കെ, വലൻസിയ കുറച്ചുകൂടെ ബെറ്റർ ആയി സെക്കൻഡ് ഹാഫ്, പക്ഷേ അത് മാഡ്രിഡ് അലോ ചെയ്യുന്നതാണ്. ഇതാണ് മാഡ്രിഡിന്റെ ഗുണം. മാഡ്രിഡ് ജയിക്കേണ്ട മാച്ചുകൾ, കംഫർട്ടബിളി പോകേണ്ട മാച്ചുകൾ
അവർക്ക് അവരുടെ ഇൻറ്റൻസിറ്റി കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, പ്ലേയേഴ്സിന് റെസ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നു, നല്ല സ്ക്വാഡ് റൊട്ടേഷൻ നടത്താനായിട്ട് സാധിക്കുന്നു. സ്ക്വാഡ് ഡെപ്ത് ഒരു ബിഗ് പോസിറ്റീവാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫ് തന്നെ ഗെയിം കില്ല് ചെയ്ത് സെക്കൻഡ് ഹാഫിൽ റൊട്ടേഷൻ നടത്താൻ സാധിക്കുന്നു. അഥവാ ഈവൻ ഫസ്റ്റ് ഹാഫ് ഗെയിം കില്ലായാലും സെക്കൻഡ് ഹാഫ് ഉള്ളി റൈറ്റ് മൊമെന്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട്സിനെ കൊണ്ടുവരണം, പ്ലേയേഴ്സിന് ഓവർ യൂസ് ആക്കുന്നില്ല, വിച്ച് ഈസ് റിയലി ഗുഡ്. അടുത്ത ആൻഫീൽഡാണ് മാച്ച്, അവരുടെ മെയിൻ പ്ലേയേഴ്സിന് എല്ലാം റെസ്റ്റ് കിട്ടി. സോ ഇന്നലെ റയൽ മാഡ്രിഡ് സ്കോർ ചെയ്ത ഗോളുകൾ, ഫസ്റ്റ് ഒരു ഹാൻഡ് ബോൾ സിനാരിയോയിൽ നിന്ന് പെനൽറ്റി കിട്ടുന്നു, എംബാപ്പെ അത് കൺവേർട്ട് ചെയ്ത് 1-0 ആക്കുകയാണ്. അത് നല്ല ഗോളായിരുന്നു. ബട്ട് സെക്കൻഡ് ഗോൾ ഒരു അടിപൊളി ഗോളായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. സെക്കൻഡ് ഗോൾ ഫ്രം കിലിയൻ എംബാപ്പെ. അവിടെ ജൂഡ് ബെല്ലിംഗമിന്റെ പാസ് നിങ്ങൾക്ക് കാണാം, ടു റിലീസ് ആർഡേ ഗൂളർ, കിട്ടില്ലൻ പാസ് ആയിരുന്നു അത്. അതിന് ആ ക്രോസ് ബോക്സിലോട്ട് വരുമ്പോഴേ നിങ്ങൾക്ക് എംബാപ്പയുടെ പൊസിഷനിങ് ഇപ്പം കാണാം. എംബാപ്പെ ആ ഡിഫൻഡർ ഓർക്കുന്ന എംബാപ്പെ ആ ഫ്രണ്ടിലോട്ട് ആ സ്പേസിലോട്ട് റൺ നടത്തുന്നതാണ്. പക്ഷേ എംബാപ്പെ കറങ്ങി ആ ബാക്കിലോട്ട് വരുന്നു, ഗൂളറെ കറക്റ്റ് എംബാപ്പനെ ഫൈൻഡ് ചെയ്യുന്നു, ഒരു സൂപ്പർ ഫിനിഷ്, ഒരു പോച്ചർ ഇൻസ്റ്റന്റ് ഫ്രം എംബാപ്പെ. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം ആ ഫസ്റ്റ് പാസ് ഫ്രം ജൂഡ് ബെല്ലിംഗം ടു റിലീസ് ആർഡേ ഗൂളർ, കിടിലനാണ്. അതിൻ്റെ ആ ക്രോസ് വരുമ്പോഴേക്കും എംബാപ്പെ മീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് നിങ്ങൾക്ക് കാണാം. പക്ഷേ എംബാപ്പയുടെ ഒരു പോച്ചർ ഇൻസ്റ്റന്റ് നിങ്ങൾക്ക് കാണാം. അങ്ങോട്ട് റൺ നടത്താതെ ഡിഫൻഡറിനെ കബളിപ്പിച്ച് ഒരു യു ടേൺ അല്ലെ ഒരു സി ടേൺ എന്ന് പറയേണ്ട ഒരു അത് ആളെടുക്കുന്ന സിനാരിയോ നമ്മൾ കണ്ടു. സോ ഒരു പോച്ചർ ഇൻസ്റ്റിൻ്റെ ഒരു യു ടേണിലൂടെ നമുക്ക് അവിടെ കാണാം എംബാപ്പെ എടുക്കുന്നത്. ആൻഡ് മൂന്നാമത്തെ ഗോളിന്റെ സിനാരിയോ നമുക്ക് കാണാം, അത് ജൂഡ് ബെല്ലിംഗമാണ് മൂന്നാമത്തെ ഗോൾ അടിക്കുന്നത്. ആൻഡ് അതൊരു 1-1.5 ഗോളായിരുന്നു. മാൻ ജൂഡ് ബെല്ലിംഗം ടാപ്പ് ഇൻസേ അടിക്കത്തുള്ളൂ എന്ന് പറയുന്നവർക്കുള്ള ഒരു ആൻസർ ആണ്. ജൂഡ് ബെല്ലിംഗം ഈ ടീമിൽ വന്ന് ജൂഡ് ബെല്ലിംഗമിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുള്ളതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. ബട്ട് മാൻ ജൂഡ് ബെല്ലിംഗമിന് ആ ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് അല്ലെ ആളുടെ ബെസ്റ്റ് റോളായ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഹാഫ് സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം വാൾവേഡയുടെ കാലിലാണ് ബോൾ. വാൾവേഡെ സ്വിച്ചസ് ഇസ് ടു ബെല്ലിംഗം ഹു ഇസ് ഓൺ ദ ലെഫ്റ്റ് ആൻഡ് ജൂഡ് ബെല്ലിംഗം ബോക്സിലോട്ട് രണ്ടുപേരെ ട്രിപ്പിൾ ചെയ്ത് കയറുന്നു. ആൻഡ് ഔട്ട് സൈഡ് ദ ബോക്സ് ഒരു സൂപ്പർ ഷോട്ട് 3-0 ആക്കുവാണ്. അവിടെ വാൾവേഡയുടെ ഒരു സൂപ്പർ ഡെലിവറി ആയിരുന്നു അത് ജൂഡ് ബെല്ലിംഗമിനെ ഫൈൻഡ് ചെയ്യാനായിട്ട്. സോ ഇതിനു മുമ്പ് ഈ 3-0 ആക്കുന്നതിന് മുമ്പ് ഒരു പെനൽറ്റിയും കൂടെ അൽവാറോ കറാറാസിനെ ഫൗൾ ചെയ്യുന്നതിന് റയൽ കിട്ടുന്നുണ്ട്. അത് എംബാപ്പെ അൺസെൽഫിഷ് ആയിട്ട് വിനിക്ക് കൊടുക്കുന്നുണ്ട്, എടുത്തോളാം എന്ന് പറഞ്ഞു. വിനി ആ പെനൽറ്റി മിസ് ചെയ്യുന്നുണ്ട്. അത് റിയലി പൂർ ആയിട്ടുള്ള ഒരു പെനൽറ്റി ആയിരുന്നു. ചാബി അലോൺസോ ഹാപ്പി അല്ലായിരുന്നു, നമ്മൾ കണ്ടാണ് ചാബി അലോൺസോ ഒട്ടും ഹാപ്പി അല്ലായിരുന്നു ആ പെനൽറ്റി മിസ്സിൽ. ആൻഡ് 3-0 ലീഡുമായിട്ടാണ് കംഫർട്ടബിളി സെക്കൻഡ് ഹാഫിലോട്ട് ആര് പോകുന്നത്, റയൽ മാഡ്രിഡ് പോകുന്നത്. ആൻഡ് വിനീഷ്യസ് ജൂനിയർ ഹാഡ് എ റിയലി ഗുഡ് ഗെയിം. ഓവറോൾ മോശമല്ലാത്തൊരു ഗെയിമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ എംബാപ്പയ്ക്ക് ഹാട്രിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള മോമെന്റ്സ് വിനി തന്നെ ഒരുക്കി കൊടുത്താണ്. പക്ഷേ എംബാപ്പയും ഫിനിഷ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. 3-0 കംഫർട്ടബിൾ വിക്ടറി. പിന്നെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആയിട്ട് പോകുന്നു. നാലാമത്തെ ഗോൾ എല്ലാവർക്കും റെസ്റ്റ് കൊടുത്തു. ബട്ട് അൽവാറോ കറാറാസിന് ഇന്നലെ റെസ്റ്റ് ഇല്ല. ബട്ട് നാലാമത്തെ ഗോൾ റോഡ്രിഗോയുടെ ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്യുന്നു, അൽവാറോ കറാറാസിന്റെ കാലിലോട്ട് ഇടുന്നു. ആൻഡ് അൽവാറോ കറാറാസ് ഫെർണാണ്ടസിന്റെ ഒരു ഷോട്ട് അവിടുന്ന് രണ്ട് പ്ലേയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്തിട്ട് ഒരു കിട്ടില്ലൻ ഷോട്ട് മാൻ, 1-1 സാധനം, സൂപ്പർ ഷോട്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ആ വീഡിയോ ഒന്ന് പോയി കാണുക മാൻ. 4-0 ആക്കുകയാണ് അൽവാറോ കറാറാസ് ഫെർണാണ്ടസ്. വാട്ട് എ ഷോട്ട് മാൻ, ഒന്നും പറയാനില്ല. ഇന്നത്തെ മാൻ ഓഫ് ദ മാച്ച് എൻ്റെ ഒരു ഒപ്പീനിയൻ പ്രോബബ്ലി അൽവാറോ കറാറാസിന് കൊടുക്കേണ്ട ഒരു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ഒന്നും പറയാനായിട്ടില്ല അൽവാറോ കറാറാസ് ഫെർണാണ്ടസ്. 4-0 ഒരു കംഫർട്ടബിൾ വിക്ടറി. ബാർസയുടെ മേൽ 8 പോയിന്റ് ലീഡായിട്ടുണ്ട്. ഇന്ന് ബാർസ എൽച്ചയ്ക്ക് അഗേൻസ്റ്റ് കളിക്കുകയാണ്. ഇന്ന് ബാർസ തോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ലലീഗയുടെ കാര്യം ഓൾമോസ്റ്റ് തീരുമാനവും. എങ്ങനെയും ജയിക്കുക, കമോൺ ബാർസ 5 പോയിന്റ് ആക്കി മാറ്റണം ലീഡ്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അവിടുന്ന് നമ്മൾ നേരെ യുണൈറ്റഡ് മാച്ചിലോട്ടൊന്ന് കിടക്കാനായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്നലെ 2-2 സമനില നോട്ടിംഗം ഫോറസ്റ്റ് അവേ എന്ന് നേരിടുന്നുണ്ടു. സോ ഫോറസ്റ്റ് കഴിഞ്ഞ 4 മാച്ചുകളായിട്ട് ഒരു ഗോൾ പോലും സ്കോർ ചെയ്യാതെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോൾ സാൻഡേഴ്സ് സെറ്റപ്പ് ചെയ്ത ടീം. നിങ്ങൾക്ക് ഇപ്പം നോട്ടിംഗം ഫോറസ്റ്റിന്റെ ടീം കാണാം, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ടീമാണ്. ഏലിയറ്റ് ആൻഡർസൺ, ഡഗ്ലസ് ലൂയിസ്, മോർഗൻ ഗിബ്സ് വൈറ്റ്, വുഡ് അപ്പ് ഫ്രണ്ട്, എൻഡോയൊക്കെ പോലത്തെ, ഹഡ്സൺ അഡോയൊക്കെ പോലത്തെ നല്ല ഓപ്ഷൻസ്, മിലങ്കോവിച്ചും മുറിയിലോയും പോലത്തെ 2 കിടിലൻസ് ആണ്. മുറിയിലോ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു മുറിയിലോടെ ഒക്കെ. സവോനെയൊക്കെ പോലത്തെ, വില്യംസ് ഒക്കെ പോലത്തെ നല്ല ഫുൾ ബാക്സ്, സെൽസ് പോലത്തെ കുഴപ്പമില്ലാത്തൊരു ഗോൾ കീപ്പർ. ഇറ്റ്സ് എ ഗുഡ് ടീം. ആൻഡ് ഇന്നലത്തെ മാച്ചിലോട്ട് വന്നപ്പോഴേക്കും നമുക്ക് യുണൈറ്റഡ് പ്ലേയേഴ്സ് കുറച്ച് ഫറ്റീഗ് ആയിരുന്നു എന്ന് ചോദിക്കേണ്ട വരും. പോസ്റ്റ് മാച്ച് അമോറിയും അത് പറയുന്ന സിനാരി നമ്മൾ കണ്ടു. കാരണം ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും യുണൈറ്റഡ് ശ്രമിച്ചത്, ഇന്നലെ ഒന്ന് ചുരുക്കി പറയാനായിട്ടാണ് ഇത്രയുള്ളൂ ഈ മാച്ചിനെ കുറിച്ച്. യുണൈറ്റഡ് ഇന്നലെ ശ്രമിച്ചത് ഓക്കെ നമുക്ക് നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്യാം ഡിഫെൻസീവ്ലി ഇൻസൈഡ് ദ ബോക്സ്. ഓക്കെ ഫസ്റ്റ് തേർഡിനും മിഡ് തേർഡിനും ഇടയിലോ അല്ലെങ്കിൽ മിഡ് തേർഡിനും ഫൈനൽ തേർഡിനും ഇടയിൽ, മെയിൻലി മിഡ് തേർഡിനും ഫൈനൽ തേർഡിനും ഇടയിൽ അഗ്രസീവ്ലി ബോൾ വിൻ ചെയ്യുന്നതിന് പകരം നമുക്ക് ഫൈനൽ തേർഡിൽ നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യാം എന്നതിലോട്ട് യുണൈറ്റഡ് ഇന്നലെ ഫോക്കസ് ചെയ്തു. മേ ബി പ്ലേയേഴ്സിന്റെ ഫറ്റീഗ് ആയിരിക്കാം അതിനുള്ള റീസൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അത് തന്നെയാണ് യുണൈറ്റഡിനെ ഇന്നലെ ബാക്ക് ഫയർ ചെയ്തത്. സോ അതിനു മുമ്പ് ഇന്നലത്തെ മാച്ചിൽ ഒരു കോൺട്രവേഴ്ഷ്യൽ സിനാരിയോയിലൂടെയാണ് തുടങ്ങുന്നത്. ഒരു കോർണർ കിക്ക് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം. അത് ബോൾ ഫുള്ളി വെളിയിലോട്ട് പോയെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അത് എന്തുകൊണ്ട് VAR ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഇടപെടുന്നതിനെക്കുറിച്ച് റൂളിൽ ചേഞ്ച് കൊണ്ടുവന്നുകൂടാ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മേ ബി അത് കൺസിഡർ ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. അവിടെ ബോൾ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ മേളിൽ നിന്ന് ഒരു ആംഗിൾ നോക്കുവാണെങ്കിൽ ആ ബോളിൻ്റെ കേർവ് ചെയ്തിരിക്കുന്ന ആ ഭാഗം എന്തെങ്കിലും ഒരു പോർഷൻ ശരിക്കും ആ ലൈനിനുള്ളിൽ കാണും എന്നുള്ളൊരു സിനാരിയോ ആണ് ഇപ്പം നോക്കുമ്പോൾ ഉള്ളത്. മേ ബി അത് നോട്ടിംഗം ഫോറസ്റ്റ് മൈറ്റ് ഫീൽ അൺലക്കി അവിടെ.
അവിടെ ഗോൾ ലൈൻ ടെക്നോളജി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക ഗോൾ പോസ്റ്റിനകത്ത് മാത്രമേ ഉള്ളൂ. ആ കോർണർ കിക്ക് ലൈൻ അങ്ങോട്ടേക്ക് എക്സ്റ്റൻഷൻ ഇല്ല. സോ അത് ഗോൾ ലൈൻ ടെക്നോളജിയുടെ കാര്യത്തിലൂടെ വരുമ്പോൾ അത് ഗോൾ ലൈൻ ടെക്നോളജി മേ ബി ഇമ്പ്രൂവ് ചെയ്യാം ഫ്യൂച്ചറിൽ. VAR ഇന്റർഫിയർ ചെയ്യാം, അതിന് മാറ്റം വരട്ടെ. സോ പക്ഷേ അത് കോർണർ കിട്ടുവാണ്. ആ കോർണർ കൺവേർട്ട് ചെയ്യാൻ കസമീറോയുടെ ഒരു കിഡിലൻ ഹെഡർ ത്രൂ ബ്രൂണോ ഫെർണാണ്ടസിന്റെ ഡെലിവറി മാൻ യുണൈറ്റഡ് 1-0 ലീഡ് എടുക്കുവാണ്. ആൻഡ് ഈ ഹാഫ് ടൈം വരെയും ഇപ്പൊ ഇന്നലത്തെ മാച്ചിൽ ശരിക്കും ഇപ്പൊ നിങ്ങൾ സ്റ്റാറ്റ്സ് നോക്കുവാണെങ്കിലും XG കാര്യത്തിലും എല്ലാം മുന്നിട്ട് വന്നത് നോട്ടിംഗമാണ്. സോ ഇവഞ്ചുവലി നമ്മൾ നോക്കുവാണെങ്കിൽ ഹാഫ് ടൈം വരെ ഇന്നലെ ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അഗ്രസീവ് ആവുന്നില്ല, എസ്പെഷ്യലി ആ ഫൈനൽ തേർഡിനും മിഡ് തേർഡിനും ഇടയിലുള്ള സ്പേസുകൾ അഗ്രസീവ്ലി കവർ ചെയ്യുന്നില്ല. ഓക്കെ, ഫ്രണ്ടിൽ ചെന്ന് അഗ്രസീവ്ലി പ്രസ് ചെയ്യാൻ സമയത്ത്, പക്ഷേ ആ രണ്ട് സ്പേസിനിടയിൽ കംഫർട്ടബിളി അവർ ബോളുമായിട്ട് പ്രോഗ്രസീവ് ആയിരുന്നു, വിച്ച് വാസ് നോട്ട് ഗുഡ് പീസ് ഓഫ് ഡിഫെൻഡിങ് ഫ്രം മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. കുറച്ചുകൂടെ അഗ്രസീവ് ആവായിരുന്നു. അത് തന്നെയാണ് സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ ബാക്ക് ഫയർ ചെയ്ത് ഈ സെയിം ഇഷ്യൂ നിങ്ങൾക്ക് കാണാം. സെക്കൻഡ് ഹാഫ് തുടങ്ങുകയാണ്, അവിടെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴേക്കും വൈഡിലോട്ട് ബോൾ വേണം. അവിടെ വൈഡിലോട്ട് ബോൾ പോകുമ്പോഴേക്കും ഡാലോട്ട് അവിടെ പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്യാനായിട്ട് നല്ല ടൈം ഉണ്ടായിരുന്നു. അതോ കുറച്ചുകൂടെ അഗ്രസീവ് ആയിരുന്നു. അവിടെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അഗ്രസീവ് ആവുന്നില്ല. അവിടെ ബാക്ക് പാസ് ചെയ്യുന്നു. അവിടെ കുഞ്ഞയ്ക്കും വേണം ചെന്ന് പ്രസ് ചെയ്യാനെന്ന് പറയാം. പക്ഷേ ആ ബോക്സിലോട്ട് ബോൾ വരികയാണ്. അവിടെ ഹെഡറിലൂടെ മോർഗൻ ഗിബ്സുമായിട്ട് ഗോൾ കൺവേർട്ട് ചെയ്യണം. അവിടെ നിങ്ങൾക്ക് നമ്പേഴ്സ് ഉണ്ട് യുണൈറ്റഡിന്റെ ബോക്സിൽ. പക്ഷേ ആ ബോൾ വന്നാൽ ഇറ്റ്സ് എ 50-50. സോ ആ അഗ്രസീവ്ലി കുറച്ചുകൂടെ അഗ്രസീവ്ലി പ്രസ് ചെയ്യണം. ഓക്കെ, 1-1 ആയി. അവിടെ അമാദ് ദിയാലോ മോശം ഡിഫെൻഡിംഗ് എന്ന് കുറേ പേര് പറയുന്നുണ്ട്. ബട്ട് അവിടെ അമാദിന് ചെയ്യുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ ആ ബോൾ ഫസ്റ്റ് ടൈം അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, ഒരു മിസ്റ്റേക്ക് പറ്റി, നമുക്ക് കുറച്ചുകൂടെ അഗ്രസീവ്, എത്ര ടൈം കൊണ്ട് ബോൾ കൊടുക്കണ്ട. ബട്ട് സെക്കൻഡ് ഗോളിൽ നിങ്ങൾ നോക്കുക, അവിടെ വൈഡിലോട്ട് ബോൾ ചെല്ലുകയാണ്. അവിടെ ഡാലോട്ടിന്റെ പൊസിഷൻ നിങ്ങൾ കാണാം, ഇൻസൈഡ് ദ ബോക്സ് ആണ്. അവിടെ രണ്ട് പ്ലേയേഴ്സിന് അഗേൻസ്റ്റ് യുണൈറ്റഡിന് 3 നമ്പേഴ്സ് ഉണ്ട്. അവിടെ യുണൈറ്റഡ് കുറച്ചുകൂടെ അഗ്രസീവ്ലി അവിടെ പ്രസ് ചെയ്യായിരുന്നു. അവിടെയും യുണൈറ്റഡിന്റെ പ്രസിംഗ് വാസ് ബാഡ്. ടൈം ഓൺ ദ ബോൾ കൊടുക്കുവാണ്, ക്രോസ് ബോക്സിലോട്ട് വരുവാണ്. അവിടെ ഫസ്റ്റ് ബോൾ വിൻ ചെയ്യുവാണ് ഇഗോർ ജീസൂസ്. അവിടെ നിങ്ങൾക്ക് കാണാം ഡാലോട്ട് ഷുഡ് ഹാവ് ഡൺ ബെറ്റർ. ഡാലോട്ട് അവിടെ ബോൾ വാച്ച് ചെയ്യുന്ന സിനാരി നമ്മൾ കാണാം. ബാക്കിലൂടെ സമോന വന്നത് സ്കോർ ചെയ്ത് 2-1 ആക്കുകയാണ്. ഡിസർവിംഗിൽ അവർ ആ മൊമെന്റിൽ ലീഡ് എടുക്കണം. ഓക്കെ, അതിനുശേഷം യുണൈറ്റഡ് കുറച്ചുകൂടെ അഗ്രസീവായി ബോൾ വിൻ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, നോട്ടിംഗം കുറച്ചുകൂടെ വലിഞ്ഞെന്ന് പറയാം, പക്ഷേ എന്നാലും കുറച്ചുകൂടെ അഗ്രസീവായി, കുറച്ചുകൂടെ ബോൾ വിൻ ചെയ്യാൻ തുടങ്ങി, കുറച്ചുകൂടെ നല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അതിനുശേഷം അച്ഛനോടെ ഒരു ഷോട്ട് ജസ്റ്റ് വൈഡിലൂടെ പോകുന്നുണ്ട്. അതിനുശേഷം വേറൊരു ഹാഫ് ചാൻസ് ഈ ഗോർജീസസിന് കിട്ടിയത്. പക്ഷേ അത് ഒഴിച്ച് നിർത്തിയാൽ പിന്നെ യുണൈറ്റഡിനെ കണ്ടെയ്ൻ ചെയ്യാൻ സാധിച്ചു. ആൻഡ് ആ ഒരു ഈക്വലൈസിങ് ഗോൾ വരുന്നതും അങ്ങനെ തന്നെയാണ്. സെറ്റ് പീസിലൂടെ തന്നെയാണ് മാൻ യുണൈറ്റഡ് സ്കോർ ചെയ്യുന്നത്. നിങ്ങൾക്കാണ് അവിടെ മിലങ്കോവിച്ച് ക്ലിയർ ചെയ്യുന്നത്. നേരെ അമാദ് ദിയാലോയുടെ കാലിലോട്ടാണ് ചെല്ലുന്നത്. അമാദ് ദിയാലോയുടെ ഒരു കിഡിലൻ ഷോട്ട് ബോളി 2-2 ആക്കുകയാണ്. ആൻഡ് അമാദ് ദിയാലോയുടെ ഫസ്റ്റ് ഗോൾ ഓഫ് ദ സീസണാണ്. 2-2 ആക്കുകയാണ്. അതിനുശേഷം അമാദ് ദിയാലോയ്ക്ക് മറ്റൊരു നല്ല ചാൻസ് കിട്ടിയതാണ്. സെൽസ് ക്ലിയർ ചെയ്ത് നേരെ അമാദ് ദിയാലോയുടെ കാലിലോട്ടിരുന്നത്. അമാദ് ദിയാലോയുടെ ഒരു കിഡിലൻ ഷോട്ട് അവിടെ ഗോൾ ലൈനിൽ സേവ് ചെയ്യുകയാണ് ആരുമുറിയിലോ. ആൻഡ് ഇവഞ്ച്വലി അറ്റ് ദ എൻഡ് 2-2 ഒരു ഫെയർ റിസൾട്ട് എന്ന് പറയാം. ശരിക്കും നോട്ടിംഗം ഫോറസ്റ്റ് നല്ലപോലെ കളിച്ചു. യുണൈറ്റഡ് 2-2 ആക്കി. സോ ലാസ്റ്റ് സീസണിൽ യുണൈറ്റഡ് ആയിരുന്നെങ്കിൽ മേ ബി ആ 2-1 ആയതിനു ശേഷം ഒരു 3-1 ആക്കിയാണ് അല്ലേ. പക്ഷേ യുണൈറ്റഡ് ഇന്നലെ കുറച്ചുകൂടെ ക്യാരക്ടർ കാണിച്ചു. 2-1 ശേഷം 2-2 ആക്കി. മേ ബി ആ അമാദിന്റെ ആ ഷോട്ട് കയറുമായിരുന്നു, 3-2 ആക്കി ജയിക്കായിരുന്നു. പക്ഷേ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവഞ്ച്വലി അറ്റ് ദ എൻഡ് ഒരു ഫെയർ റിസൾട്ട്. അറ്റ് ദ എൻഡ് മേ ബി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കളിച്ചത് ഓവറോൾ നോട്ടിംഗം ആണെന്ന് പറയേണ്ടി വരും. സോ ഒരു ഫെയർ റിസൾട്ട്, മോശം റിസൾട്ട് ഒന്നും അല്ല. നമുക്കൊരു ന്യൂ മാനേജറിയൽ ബൗൺസ് അവരുടെ ഹോം മാച്ചും കൂടാണ്. സോ അവർക്ക് റിയാക്ട് ചെയ്യണമായിരുന്നു, അവർ ചെയ്തു. അടുത്ത സ്പേഴ്സ് ആണ്, നമുക്ക് നോക്കാം എന്താവുന്ന. ആ പാവം മുടി വെട്ടാത്ത അവൻ്റെ കാര്യം മാത്രം ഓർക്കുമ്പോഴേ ഒരു ഇതുള്ളൂ. ഇനി അവന് വെയിറ്റ് ചെയ്യേണ്ടി വരും, അത് മാത്രമേ ഉള്ളൂ. ആപ്പാടെ ഉള്ള ഒരു ഇത്. ആൻഡ് ഏലിയട്ട് ആൻഡർസൺ ഇന്നലെ മാൻ യുണൈറ്റഡിന് വേണ്ടി ഒരു ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവർ ഓഡിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാർക്ക് കൊടുത്തപ്പോൾ ഒരു 16ഓളം ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ വിത്ത് 14 റിക്കവറീസ്, 5-10 ആക്യുറേറ്റ് ലോങ് ബോൾസ് ഒക്കെ ഉൾപ്പെടെ, ആൻഡ് 3 ചാൻസസ് ഓൾ പിച്ച് ക്രിയേറ്റ് ചെയ്തു. ഏലിയട്ട് ആൻഡർസൺ ആണ് ബാങ്ങർ ഓഫ് എ ഗെയിം. ഒരു 1.5 ഓഡിഷൻ ആയിരുന്നു. യുണൈറ്റഡ് കണ്ണും പൂട്ടി എടുത്തോളാം എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു ഓഡിഷൻ ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച ബലേബ ഓഡിഷൻ ഫെയിൽ ആയെങ്കിലും ഇന്ന് ഏലിയട്ട് ആൻഡർസൺ ഓഡിഷൻ പാസ്സായിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ അതെങ്ങനെ പോകുമെന്ന്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇന്നത്തെ വന്നത് ഡിസപ്പോയിന്റിങ് ഗെയിംസ് എന്ന് തന്നെ പറയേണ്ടി വരും ഇഫ് യു ആർ എ സ്പേഴ്സ് ഫാൻ. കാരണം സ്പേഴ്സ് ഇന്നലെ 1-0 തങ്ങളുടെ ഹോം മാച്ചിൽ തോക്കുന്ന സിനാരി നമ്മൾ കണ്ട് ചെൽസിയോടാൻ. എടുത്ത് പറയേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ മാച്ചിന് ശേഷം നിങ്ങൾക്ക് കാണാം മിക്കി വാൻഡർവെനും സ്പെൻസും മൈൻഡ് പോലും ചെയ്യാതെ നമ്മുടെ തോമസ് ഫ്രാങ്കിനെ മൈൻഡ് പോലും ചെയ്യാതെ പോകുന്നത് നമ്മൾ സിനാരി നമ്മളുണ്ട്. ആ വീഡിയോ ഒക്കെ ട്വിറ്ററിൽ പരക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചിട്ടുണ്ട്. അവിടെ പുള്ളി ദേഷ്യപ്പെട്ട് നോക്കുന്നതാണ്. പ്ലേയേഴ്സും ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. സോ ടീമിനുള്ളിൽ ടെൻഷനുണ്ട്. ഓക്കെ, തോമസ് ഫ്രാങ്കും പ്ലേയേഴ്സിനുള്ളിൽ ടെൻഷൻ ഉണ്ടെന്നുള്ള ഒരു സിനാരിയാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ആൻഡ് സ്പേഴ്സിന്റെ ഒരു ഇഷ്യൂ ഇതാണ്. നിങ്ങളിപ്പോൾ സ്റ്റാർട്ട്സ് നോക്കുക, 0.10 ആണ് XG സ്പേഴ്സിന്റെ. അപ്പുറത്ത് അവരുടെ 3.68. 6 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തതിൽ 5 മിസ് ചെയ്ത്. ഇറ്റ് ഷുഡ് ഹാവ് ബീൻ അറ്റ്ലീസ്റ്റ് ഒരു 3-0 4-0. ശരിക്കും സ്പേഴ്സ് ഞാൻ പറയാം ഈ സീസൺ ഏറ്റവും ലക്കുള്ള ഒരു ടീമാണ് സ്പേഴ്സ്. കാരണം സ്പേഴ്സിന് അഗേൻസ്റ്റ് വൂൾസിന് അഗേൻസ്റ്റ് സ്പേഴ്സ് നോക്കണ മാച്ചാണ്. വൂൾസ് സിറ്റേഴ്സ് മിസ് ചെയ്യാൻ. ആൻഡ് ലീഡ്സിന് അഗേൻസ്റ്റ് ജയിച്ച മാച്ചിലും ലീഡ്സ് ധാരാളം ചാൻസുകൾ മിസ് ചെയ്താൽ വിക്കാരി. ഞാൻ പറയുന്നത് സ്പേഴ്സ് ഇന്നലത്തെ മാച്ചിലും താങ്ക് ചെയ്യേണ്ട വിക്കാരിയോടാണ്. ഇതിന് മുമ്പത്തെ വൂൾസ് മാച്ചിലാണെങ്കിലും അതിന് മുമ്പത്തെ നമ്മൾ ലീഡ്സ് മാച്ചിലൊക്കെ ആണെങ്കിലും വിക്കാരിയോയ്ക്ക് താങ്ക്സ് കൊടുക്കേണ്ട ആവശ്യമാണ്. വിക്കാരിയോ സിംഗിൾ ഹാൻഡഡ്ലി
പിടിച്ചു നിർത്തുന്നുണ്ട് ടോട്ടനാമിനെ ഈ സീസണിലോട്ട് വരും. ബോഡോഗ്ലിൻ മാച്ച് തോക്കേണ്ട മാച്ചായിരുന്നു, VRL മാച്ച് കുറച്ച് ലക്കുണ്ടായിരുന്നു. സോ ഈ സീസണിൽ ഒപ്പോണന്റ് ഒട്ടും കൺവേർട്ട് ചെയ്യാത്ത സ്പേഴ്സിന് അഗേൻസ്റ്റ് ആണ്. സ്പേഴ്സ് അപ്പ് ചെയ്തേ പറ്റൂ. കാരണം ഈ ടീമിന്റെ ഒരു ഇഷ്യൂ എന്താണെന്നറിയോ, ആ ഒരു സ്പേഴ്സ് ബ്രെൻഫോർഡ് മൈൻഡ് സെറ്റിലാണ് ഇപ്പോഴും തോമസ് പ്രാങ്ക് എന്നാണ് തോന്നുന്നത്. നമ്മളിപ്പം അതിനെക്കുറിച്ച് ഞാനൊരു അനാലിസിസ് പറ്റുവാണെങ്കിൽ നമുക്ക് ഇന്റർനാഷണൽ ബ്രേക്കിന് ഇടയിൽ ചെയ്യാം. ആ ഫ്രണ്ടിലുള്ള 5 പ്ലേയേഴ്സും അവിടെ നിൽക്കും, ബാക്കിലുള്ള 5 പ്ലേയേഴ്സും നിൽക്കും. അവർക്കിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതായത് ആ ഫ്രണ്ട് 5ഉം ബാക്ക് 5നും ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ഉണ്ട്, ആ സോണിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പ്ലേയേഴ്സ് ഇല്ല. കംഫർട്ടബിളി ചെൽസിയുടെ പ്രസ് അന്യായമായിരുന്നു, അഗ്രസീവ് പ്രസ് ആയിരുന്നു ചെൽസിയുടെ. ആൻഡ് ബോൾ ഓവർ ദ ടോപ്പ് ആ 5ഉം അപ്പ് ഫ്രണ്ടും 5ഉം ബാക്ക് 5നും ഇടയിലുള്ള ആ ഗ്യാപ്പ് അവർ ഓവർ ദ ബോൾ ടോപ്സ് ബോൾ പോയാണ് ശ്രമിക്കുന്നത്. അത് മിക്കപ്പോഴും ചെൽസി വിൻ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാം സൈഡ് വേസ് പാസ്സാണ്. ആൻഡ് സെൻട്രലി ആപ്പാട് ഒരു മിഡ്ഫീൽഡർ പലപ്പോഴും ഉള്ളത്. പലപ്പോഴും പലീന ഐസൊലേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ബെൻഡാങ്കോർ ഐസൊലേറ്റഡ് ആയിരിക്കും. ചാടി വീഴും, ആ ചെൽസി പ്ലേയേഴ്സ് ചാടി വീണ് പ്രസ് ഇനിഷ്യേറ്റ് ചെയ്ത് ഈസിലി വിൻ ചെയ്യുന്നത്. കൈസീഡോ ഇന്നലെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു, മാരക പെർഫോമൻസ് ആയിരുന്നു. ഇന്നലെ 1-0 നിന്ന് സ്പേഴ്സിന്റെ ഭാഗമാണ്. ആ ഗോൾ വന്നത് നിങ്ങൾക്ക് കാണാം, മാക്കി വാൻഡവേനെ പ്രസ് ചെയ്ത് കൈസീഡോ ബോൾ വിൻ ചെയ്യുന്നു. ആൻഡ് അവിടെ ലോ ഓഫ് ചെയ്ത് കൊടുക്കുന്ന ആൾക്ക് ജാവോ പെഡ്രോയ്ക്ക്, ആൻഡ് ജാവോ പെഡ്രോ ഫിനിഷ് ചെയ്യുകയാണ് 1-0. അതിനുശേഷം സ്പേഴ്സ് ഒരു ഗോൾ അടിക്കുമെന്ന് ഒരു ഫീലും ഇല്ലായിരുന്നു. സാഞ്ചസ് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ആ പടം ഒറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് ആണുള്ളത്, അതും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം, കംഫർട്ടബിളി അറ്റ് ദ എൻഡ് ചെൽസി ജയിക്കുമായിരുന്നു. ഇന്നലെ എസ്തുവാവോ ഒക്കെ ഇറങ്ങിയതിന് ശേഷം ജാവോ പെഡ്രോ വാസ് റിയലി സെൽഫിഷ്. 1-2 സിനാരിയോസ് ജാവോ പെഡ്രോയ്ക്ക് സ്കോർ ചെയ്യായിരുന്നു. എൻ്റെ ബ്രോ ഗിറ്റൻസിൻ്റെ ഒരു സിറ്റർ മിസ് ഉണ്ടായിരുന്നു. റിയലി ഫ്രസ്ട്രേറ്റിംഗ് ആയിരുന്നു. ഇഫ് യു ആർ ചെൽസി ഫാൻ, നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും നിങ്ങളുടെ അപ്പ് ഫ്രണ്ട് ഉള്ള പ്ലേയേഴ്സിൻ്റെ ഫിനിഷിംഗ് കണ്ടിട്ട്. പക്ഷേ ഇഫ് യു ആർ എ സ്പേഴ്സ് ഫാൻ, നിങ്ങളുടെ ടീമിന്റെ സ്റ്റൈൽ ഓഫ് പ്ലേ കണ്ടിട്ട് യു വിൽ ബി റിയലി ഫ്രസ്ട്രേറ്റഡ്. ഇത് സ്പേഴ്സ് കുറച്ചുകൂടെ ഓപ്പൺ ആയി കളിച്ചേ വെച്ച് കുറച്ചുകൂടെ അഗ്രസീവ് ആയി പറ്റും. ഓക്കെ, ഇഞ്ചറി ഇഷ്യൂസ് ഹിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നാലും സ്പേഴ്സ് ഡു ഹാവ് ഗുഡ് പ്ലേയേഴ്സ് അല്ലേ. ചാവി സിമൻസ് സെറ്റ് ആൻഡ് അതർ ഫ്രസ്ട്രേറ്റിംഗ് ഡേ ഫോർ ചാവി സിമൻസ്. ഒന്നും പറയാനില്ല. കുദൂസിനെ കുക്കറെ ഇന്നലെ പോക്കറ്റ് ചെയ്തു എന്ന് തന്നെ പറയുന്നത്. പോക്കറ്റിലായിരുന്നു കുക്കറയുടെ, എക്സാക്ട്ലി പോക്കറ്റ് ചെയ്തു. ആൻഡ് മിഡ്ഫീൽഡ് റിയലി ഡോമിനേറ്റ് ചെയ്തു. ബെൻഡാങ്കോർ വാസ് റിയലി ലക്കി. ഒരു റെഡ് കാർഡ് കിട്ടി പോകണ്ടായിരുന്നു അവിടെ. റീസ് ജെയിംസിന്റെ ഫൗളിൽ റിയലി ലക്കി ആയിരുന്നു അത് ലോ കാർഡ് ആയത്. അതുപോലെ തന്നെ എൻസോടെ മറ്റൊരു സിനാരിയോ ഉണ്ടായിരുന്നു അവിടെ, അത് മേ ബി നമുക്ക് ആർഗ്യൂ ചെയ്യാം. സെക്കൻഡ് ഹാഫിൽ ചെൽസിക്ക് റെഡ് കിട്ടണ്ടായിരുന്നു, പക്ഷേ ആ ഫസ്റ്റ് വൺ ബെൻഡാങ്കോറിന് ക്ലിയർ റെഡ് ആയിരുന്നു. എൻസോയും കൈസീഡോ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു, മാരക പെർഫോമൻസ് ആയിരുന്നു കൈസീഡോ. അതുപോലെ എൻസോടെയും കിട്ടില്ലായിരുന്നു, ബട്ട് കൈസീഡോ ഡിസേർവിംഗ് മാൻ ഓഫ് ദ മാച്ച്, ഒന്നും പറയാനില്ല. സോ എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചസിലോടൊക്കെ വരുമ്പോൾ ഉള്ള ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയാം. നമ്മുടെ മാച്ചുകളുടെ അനാലിസിസ് നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഇടുന്നതാണ്. പറ്റുവാണെങ്കിൽ ഇടാം, അല്ലെ നാളെയാണെങ്കിലും ഇടും. സോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും